അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن أظلم ممن ذكر بآيات ربه فأعرض عنها ونسي ما قدمت يداه إنا جعلنا على قلوبهم أكنة أن يفقهوه وفي آذانهم وقرا وإن تدعهم إلى الهدى فلن يهتدوا إذا أبدا. ആദരണീയരായ ഖുർആൻ പഠിതാക്കളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും, നമ്മുടെ സംസാരത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ഇടപാടുകളിലും നമ്മുടെ ഇടപെടലുകളിലും കാത്തു സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആന്റെ 18-ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 57-ാമത്തെ വചനമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ഏതാനും ആയത്തുകളിലായി അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നത് അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ, ആ അള്ളാഹുവിൻ്റെ മാർഗദർശനം നിങ്ങൾ സ്വീകരിക്കണം. ഇത് സ്വീകരിച്ചാലാണ് നിങ്ങൾക്ക് ഈ ജീവിതത്തിലും നാളെ പരലോക ജീവിതത്തിലും ഗുണം ചെയ്യുക എന്ന് ഈ സമൂഹത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്നുണ്ടാകുന്ന സംസാരങ്ങൾ അഥവാ അവരിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവായ നിഷേധാത്മക സ്വഭാവങ്ങളും നിഷേധാത്മക മനോഭാവങ്ങളെ കുറിച്ചാണ് ഇതുവരെയായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ആയത്തും അതുമായി ബന്ധപ്പെട്ട ആയത്ത് തന്നെയാണ്. അപ്പോൾ 57-ാമത്തെ വചനത്തിന്റെ തുടക്കത്തിൽ വമൻ അദ്ലമു മിമ്മൻ സുക്കിറ ബി ആയാത്തി റബ്ബി. വമൻ, വാവ് കഴിഞ്ഞ മൻ, ആര് എന്നാണ് മൻ എന്നുള്ളതിന്റെ അർത്ഥം. അദ്ലമു, അദ്ലമു എന്ന് പറഞ്ഞാൽ ദുൽമിൽ നിന്നും വരുന്നതാണ്. ദുൽമ്, അക്രമം. അദ്ലമു എന്ന് പറയുമ്പോൾ അക്രമത്തിന്റെ ഏറ്റവും സൂപ്പർലേറ്റീവായ ഒരു അവസ്ഥ. അദ്ലമു, ഏറ്റവും അക്രമം എന്നുള്ള അർത്ഥമാണ് വരിക അദ്ലമു എന്ന് പറയുമ്പോൾ. അപ്പൊ ഇവിടെ വമൻ അദ്ലമു എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ അക്രമി ആരാകുന്നു എന്നുള്ളതാണ്. മൻ എന്ന് പറഞ്ഞാൽ ആര് എന്നുള്ളതാണ്. അപ്പൊ ആരാകുന്നു ഏറ്റവും വലിയ അക്രമി? മിമ്മൻ, ഒരുത്തനേക്കാൾ. മിൻ എന്നും പിന്നെ മൻ എന്നുമാണ്. ഈ നേരത്തെ ആദ്യം കണ്ട മൻ എന്ന് തന്നെയാണ് ഈ മീമ് കഴിഞ്ഞിട്ടുള്ള മൻ. അവിടെ ഒരു നൂനുണ്ട്, അത് കാണുകയില്ല. മിമ്മൻ എന്നാണ് ആ വായനക്ക് എളുപ്പത്തിൽ. അതിൻ്റെ ഖുർആനിൽ പല പദങ്ങളും ഉണ്ട് എന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ഇല്ലാതെയാവുന്ന പദം വായനക്ക്, ആ സാഹിത്യ ഭംഗിക്ക് ഒക്കെയാണ്. അപ്പൊ ഇവിടെ മിമ്മൻ എന്ന് പറഞ്ഞാൽ ഒരുത്തനേക്കാൾ. മിൻ മൻ എന്ന് പറയുന്നത് ഒരുത്തനേക്കാൾ. സുക്കിറ, സുക്കിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്ർ എന്ന് നമുക്കറിയാം, സ്മരിക്കുക, അതേപോലെ പറയുക, അറിയിക്കുക, ആ രീതിയിൽ അറിവ്, അങ്ങനെ പല രീതിയിലും അതിൻ്റെ ആശയങ്ങൾ വരും. ഇവിടെ സുക്കിറ എന്ന് പറയുമ്പോൾ സ്മരിക്കപ്പെട്ടു എന്നാണ് അർത്ഥം വരിക, അല്ലെങ്കിൽ പറയപ്പെട്ടു, ഉപദേശം ചെയ്തു, ഉപദേശം നൽകപ്പെട്ടു എന്നൊക്കെ അർത്ഥം. ഇപ്പൊ സുക്കിറ എന്ന് പറയുമ്പോൾ പറയപ്പെട്ടു, സ്മരിക്കപ്പെട്ടു. ബി ആയാത്തി,
ആയാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ. ഇവിടെ ബി ആയാത്തി എന്നാണ്. ബി എന്ന് പറയുമ്പോൾ അപ്പൊ ആ ദൃഷ്ടാന്തങ്ങളെ ഏതിനെയാണ് സ്മരിക്കപ്പെട്ടത്, ഏതാണ് പറയപ്പെട്ടത്, ഏതാണ് ഉപദേശം നൽകപ്പെട്ടത്? ബി ആയാത്ത്, ആയാത്തിന്, ദൃഷ്ടാന്തങ്ങളെ. അതാണ്. അപ്പൊ ദൃഷ്ടാന്തങ്ങളെ പറയപ്പെട്ടപ്പോൾ റബ്ബിഹി, റബ്ബ് രക്ഷിതാവ്, ഹി അവന്റെ. ആരെ? ഈ മൻ അദ്ലമു എന്ന് പറഞ്ഞല്ലോ. മൻ അദ്ലമു എന്ന് പറഞ്ഞ ആ വ്യക്തി ആരുടെ അടുത്താണോ, ആരുടെ പക്കലാണോ അവന്റെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയപ്പെട്ടത്, ആ വ്യക്തിയുടെ രക്ഷിതാവ്, അതാണ് റബ്ബ്, റബ്ബിഹി, അവന്റെ രക്ഷിതാവ്. അപ്പൊ ഇവിടെ ഒന്നായിട്ട് എന്തായി അർത്ഥം? ഒരു വ്യക്തി, ആ വ്യക്തിയുടെ അടുത്ത് ആ വ്യക്തിയുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അള്ളാഹു, ആ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അവന് ഉപദേശം നൽകപ്പെട്ടു, ഉത്ബോധനം നൽകപ്പെട്ടു, അവന്റെ അടുത്തത് പരാമർശിക്കപ്പെട്ടു, അതല്ലെങ്കിൽ അവന്റെ അടുത്തത് പറയപ്പെട്ടു. ആ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ആ ആള്, ആ വ്യക്തിയെ കുറിച്ചാണ് പറഞ്ഞത്, ആ വ്യക്തിയുടെ സ്വഭാവത്തെ കുറിച്ചാണ് ഇനി പറയുന്നത്. എന്നിട്ട് അങ്ങനെ നൽകപ്പെട്ടു. ആ നൽകപ്പെട്ട വ്യക്തി ഫഅറള അൻഹാ, ഫഅറള, അറള എന്ന തിരിഞ്ഞു കളയാണ്. ഫ എന്ന് പറഞ്ഞാൽ അപ്പോൾ, അങ്ങനെ, എന്നിട്ട് എന്നർത്ഥം. അൻഹ, അതിൽ നിന്ന്. അൻ എന്നും പിന്നെ ഹാ ആണ്. ആ ഹാഹ് ഏതാണ്? ഈ ആയാത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആയാത്തിനല്ലേ പറയപ്പെട്ടത്, അഥവാ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചാണ് പറയപ്പെട്ടത്. അപ്പൊ ആ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന്, അതാണ് അൻഹ എന്ന് പറഞ്ഞാൽ ആ ദൃഷ്ടാന്തങ്ങളെ തൊട്ട്, ആ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഫഅറള, എന്നിട്ട് അവൻ തിരിഞ്ഞു കളയും. മാത്രവുമല്ല വനസിയ, നസിയ എന്ന് പറഞ്ഞാൽ മറക്കുക, മറക്കണീന് പറയാം. നസിയ, മറന്നു. വ എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാവിനെ കുറിച്ച് പറഞ്ഞില്ല, ആ വാവാണ് ഇവിടെ. ഏതാണ്? ഈ കാര്യവും എന്നർത്ഥം. മറന്നു കളഞ്ഞു അവൻ. വനസിയ, അവൻ മറക്കുകയും ചെയ്തു. മാ ഖദ്ദമത്ത്, ഖദ്ദമ എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി ചെയ്തത്. ഖദ്ദമത്ത് എന്നുള്ളത് അവിടെ സ്ത്രീലിംഗ രൂപത്തിൽ ഉപയോഗിച്ചത്. മാ എന്ന് പറയുമ്പോൾ, മീമ് പറയുമ്പോ എന്താണ്? അവൻ മുൻകൂട്ടി ചെയ്ത് വെച്ചത് എന്തോ അത്. യദാഹു, അവന്റെ കൈകൾ, അവന്റെ കരങ്ങൾ, അവന്റെ കരങ്ങൾ മുൻകൂട്ടി ചെയ്തു വെച്ചത് അവൻ മറന്നു കളയുകയും ചെയ്തു. അപ്പൊ ഒരു മനുഷ്യനെ കുറിച്ച് ഈ രണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതായത് ഒന്നിവിടെ പറഞ്ഞത് എന്താണ്? ആയത്തുകൾ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, ഈ പ്രപഞ്ച സൃഷ്ടാവിന്റെ ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ. ഈ ആയത്തുകളെ പറയപ്പെട്ടു ഒരു വ്യക്തിയുടെ അടുത്ത്. എന്നിട്ട് ആ വ്യക്തി എന്ത് ചെയ്തു? തിരിഞ്ഞു കളഞ്ഞു ഈ ആയത്തുകളിൽ നിന്ന്. മാത്രവുമല്ല, അവൻ മുൻകൂട്ടി ചെയ്തു വെച്ചത്, അവന്റെ കരങ്ങൾ മുൻകൂട്ടി ചെയ്തു വെച്ചത് അവൻ മറന്നു കളയുകയും ചെയ്തു. ഈ വ്യക്തി ഉണ്ടല്ലോ, ഈ രണ്ട് സ്വഭാവങ്ങൾ പറഞ്ഞ, തിരിഞ്ഞു കളയുകയും മറന്നു കളയുകയും ചെയ്ത ഈ വ്യക്തിയേക്കാൾ ഏറ്റവും വലിയ അക്രമി ആരുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഈ ആയത്തിന്റെ ആദ്യ ഭാഗത്ത് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി ഇതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കി നോക്കൂ. നമ്മളൊക്കെ ഈ ഒരു വിഭാഗത്തിൽ നമ്മൾ പെടുമോ? അള്ളാഹു വിമർശിച്ച ഈ രണ്ട് സ്വഭാവമുള്ള ആളുകളിൽ നമ്മൾ പെടുമോ ഇല്ലേ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതിനുവേണ്ടിയാണ് ഇത്തരം ആയത്തുകൾ നമ്മോട് പറയുന്നത്. ഏറ്റവും വലിയ അക്രമിയാണ് എന്നുള്ളതാണ് അദ്ലമു. അക്രമി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്
പലപ്പോഴും നമ്മൾ മുമ്പൊക്കെ പറഞ്ഞു പോയിട്ടുള്ളത് വേറെ രീതിയിൽ അതിനെ കാണേണ്ടതില്ല. അത് ഏതെങ്കിലും മതവിഭാഗത്തെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ അതൊരു നെഗറ്റീവായ പദമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ? ക്രമം തെറ്റി ജീവിക്കുന്നവൻ എന്നാണ് അക്രമി. ക്രമം എന്നുള്ളത് ചിലപ്പോൾ പോസിറ്റീവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ക്രമം എന്നുള്ളത്. അക്രമി എന്ന് പറയുമ്പോൾ അത് പറയുന്ന ആള് അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ ക്രമം തെറ്റി ജീവിക്കുന്നവനാണ് അക്രമി. അത്ര ഇന്ന് മനസ്സിലാക്കേണ്ടുള്ളൂ. അങ്ങനെയുള്ള ആ അക്രമി, ഏറ്റവും വലിയ അക്രമി ഏതാണ്? ഏറ്റവും വലിയ അക്രമി ആരാണ് എന്ന് അള്ളാഹു നമ്മെ പരിചയപ്പെടുത്തുകയാണ്. അള്ളാഹുവിന് അതിനുള്ള അധികാരമുണ്ട്. കാരണം എന്താണ്? അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് നമ്മളെല്ലാവരും. അള്ളാഹുവിന്റെ അടിമകളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് അള്ളാഹു പറയുന്നു ഏറ്റവും വലിയ അക്രമി ആരാണ്? ഒരാളുടെ അടുത്ത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച്, ആയത്തുകളെ കുറിച്ച് വിവരിക്കപ്പെട്ടു, പറയപ്പെട്ടു. എന്നിട്ട് അവൻ അതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞു. അത് ചെവിക്കൊള്ളാതെ തിരിഞ്ഞു കളഞ്ഞു. അതേപോലെ തന്നെ അവൻ ചെയ്തു വെച്ച പാപങ്ങൾ. ഇവിടെ മാ ഖദ്ദമത് യദാഹ് എന്ന് പറയുമ്പോൾ അതൊരു പ്രയോഗമാണ്. ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അത് കാണാൻ കഴിയും. അറബിയിലും അങ്ങനെയുള്ള പ്രയോഗങ്ങളുണ്ട്. ഏത്? നമ്മൾ ചെയ്തു വെച്ചത് എന്നാൽ നമ്മൾ കരങ്ങൾ ചെയ്തു വെച്ച, മുൻകൂട്ടി ചെയ്തു വെച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അത് കരങ്ങൾ കൊണ്ടാകട്ടെ, മനസ്സുകൊണ്ടാകട്ടെ, കണ്ണുകൾ കൊണ്ടാകട്ടെ, കാതുകൾ കൊണ്ടാകട്ടെ, അതിന് ഉപയോഗിക്കുന്ന ഒരു പദമാണ് മാ ഖദ്ദമത് യദാഹ് എന്നുള്ളത്. അതായത് അവന്റെ കരങ്ങൾ ചെയ്തു വെച്ചത് അവൻ മറക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് തീർത്തും എതിരായിക്കൊണ്ടാണ് അവൻ ജീവിച്ചു പോയിട്ടുള്ളത്. ഏറ്റവും വലിയ അക്രമമായ അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ആരാധനകൾ മറ്റുള്ളവർക്ക് കൊടുത്തത് അവൻ ചെയ്ത മാ ഖദ്ദമത് യദാഹ് എന്നതിൽ പെടും. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ, അവൻ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ, നിർബന്ധമായി ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് മാ ഖദ്ദമത് യദാഹ്, അതായ കൂട്ടത്തിൽ പെടും. അതേപോലെ തന്നെ ഹറാമായതും ഹലാലായതും നോക്കാതെ എൻ്റെ തന്നിഷ്ടത്തിന് വേണ്ടി ഞാൻ ചെയ്തു വെച്ച കാര്യങ്ങൾ, എൻ്റെ ഇഷ്ടം ഇതാണ് എന്ന് വിചാരിച്ച് ചെയ്ത കാര്യങ്ങൾ. അതേപോലെ തന്നെ തൻ്റെ അയൽവാസിയോട് ഞാൻ ചെയ്ത അക്രമങ്ങൾ, അതേപോലെ തന്നെ എൻ്റെ ഭാര്യയോട്, എൻ്റെ ഭർത്താവിനോട്, എൻ്റെ മക്കളോട്, എൻ്റെ സഹപ്രവർത്തകരോട്, എൻ്റെ സംഘടനാ നേതാക്കളോട്, എൻ്റെ സംഘടനാ പ്രവർത്തകരോട്, എൻ്റെ രാജ്യത്തോട്, ഇങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം തിന്മകൾ. ആ പ്രയോഗം നോക്കൂ നിങ്ങൾ. മാ ഖദ്ദമത് യദാഹ്, അവന്റെ കരങ്ങൾ മുൻകൂട്ടി ചെയ്തു വെച്ചത്. വനസിയ, അത് അവൻ മറക്കും ചെയ്യും. അത് ഓർമ്മ ഉണ്ടെങ്കിൽ അവന് ഈ ആയത്തുകളെ കുറിച്ച് ഓർക്കുവാൻ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ പറയപ്പെട്ടിട്ട് അതിന് തിരിഞ്ഞു കളയുകയും ഈ മുൻകൂട്ടി ചെയ്തു വെച്ചത് അവൻ മറക്കുകയും ചെയ്യും, ഓർമ്മയുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ, ആയത്തുകളെ കൃത്യമായി അവൻ മനസ്സിലാക്കുകയാണെങ്കിൽ അവൻ ചെയ്തു പോയ പാപങ്ങൾക്ക് അവൻ പാപമോചനം തേടുമായിരുന്നു. ഇതില്ലാതെ അവൻ താന്തോന്നിയായി തന്നെ ജീവിച്ചു പോവുകയാണ്. ഒമൻ അദ്ലം, അങ്ങനെയുള്ള ആളുകളെക്കാൾ ഏറ്റവും വലിയ അക്രമി ആരുണ്ട്? നോക്കൂ നിങ്ങൾ. ഇവിടെ ആയത്ത് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും സൂക്ഷിക്കണം ആ വിഷയത്തിൽ. അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു ആയത്തുകളിൽ നിന്ന് നമ്മൾ ഇത് ഏത് മനുഷ്യനും സംഭവിക്കാട്ടോ. ഇത് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ഇങ്ങനെ ചെയ്യും, അവരെ കുറിച്ചാണ് ഇതൊന്നും അങ്ങനെ പറയരുത്, അങ്ങനെ വിചാരിക്കുകയും ചെയ്ത് ഇത് ആർക്കും ആവാം. അള്ളാഹുവിന്റെ ആയത്തുകളിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു കളഞ്ഞിട്ടുണ്ടോ? ആ തിരിഞ്ഞു കളഞ്ഞതിനെ കുറിച്ച് പശ്ചാത്താപം വന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് പാപമോചനം ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ഈ
അക്രമി, ഏറ്റവും വലിയ അക്രമി എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ നമ്മൾ പെടുകയില്ല. ഇല്ല, അള്ളാഹുവിന്റെ ആയത്തുകൾ ഒരു ഭാഗത്തും എൻ്റെ ജീവിതക്രമങ്ങൾ മറ്റൊരു ഭാഗത്തുമാണ്. ഞാൻ ഈ ജീവിക്കുന്നത് പോലെ തന്നെ ജീവിക്കുകയുള്ളൂ എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ, ഞാൻ അത്ര വലിയ പാപമൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ആ കാര്യം മറന്നുപോയ ആളുകൾ, അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കണത്? ആയത്തുകളിൽ നിന്ന് തിരിഞ്ഞു കളയുക. എത്ര ആയത്തുകൾ കേട്ടാലും ഹൃദയത്തിൽ ഒന്നും വരാത്തൊരവസ്ഥ വരിക. അതിനെക്കുറിച്ചാണ് അടുത്ത ഭാഗത്ത് പറയുന്നത്. ഇതിന്റെ അവസാനം എത്ര ആയത്തുകൾ കേട്ടാലും നമുക്കൊന്നുമില്ല. അതാണ് നമ്മൾ ആലോചിക്കേണ്ടതാണ്. എത്രയെത്ര കുത്തുബുകളിൽ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും കുത്തുബുകൾ ഇങ്ങനെ ശ്രവിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഖുർആൻ ക്ലാസ്സുകൾ നമ്മൾ ഇങ്ങനെ കേൾക്കുകയാണ്. എന്നിട്ട് ആ ആയത്തുകളിൽ നിന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെ പറയുമ്പോഴും യാതൊരു കുലുക്കവുമില്ലാതെ, പലിശ വാങ്ങുന്നവൻ പലിശ വാങ്ങിക്കൊണ്ടിരിക്കുന്നു, സ്ത്രീധനം വാങ്ങുന്നവൻ സ്ത്രീധനം വാങ്ങിക്കൊണ്ടിരിക്കുന്നു, സ്ത്രീധനം കിട്ടാത്തതിന്റെ ഞാൻ സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിച്ചതാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് എൻ്റെ ഒരു വീട് പണിയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന സാധനങ്ങൾ ആവശ്യമാണ്, ഇന്ന കാര്യങ്ങൾ ആവശ്യമാണ്, അതുകൊണ്ട് ഭാര്യയുടെ പിതാവ് ഈ പണം തരണം അല്ലെങ്കിൽ എന്നെ സഹായിക്കണം എന്ന തോന്നൽ ഏത് സമയത്തും ആ തോന്നൽ വരാം. അതുകൊണ്ട് തന്നെ അതൊക്കെ പലിശയുടെ ഒരു ഇനത്തിലാ വരിക. നമ്മളത് അങ്ങനെ ചിന്തിക്കാറില്ല എന്ന് മാത്രം. അതൊക്കെ പലിശയുടെ ഭാഗത്താ വരിക. മരണം വരെ നമ്മൾ ആ ഭാര്യയുടെ വീട്ടിൽ നിന്നോ ആ ഭാര്യയിൽ നിന്നോ എന്തെങ്കിലും സാമ്പത്തികമായി നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ പലിശയുടെ ഭാഗത്താ വരിക. അതുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ആൾ ആയത്തുകൾ ഇങ്ങനെ കേൾക്കും, ആയത്തുകൾ അങ്ങനെ കേൾക്കും, പക്ഷേ യാതൊരുവിധ മാറ്റവും നമുക്കില്ല. നമ്മൾ അതിന് ഞങ്ങൾ തിരിഞ്ഞു കളയും. ഒരു പശ്ചാത്താപവും നമുക്ക് തോന്നുന്നില്ല. ഇനി ആയത്തുകളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഖുർആനിന്റെ ആയത്തുകൾ മാത്രമല്ല, ആയത്തുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് നമ്മൾ എണ്ണിക്കണക്കാക്കാൻ പറ്റും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച്. ആകാശത്തിലേക്ക് നോക്കിയാൽ എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ ഒന്ന് നോക്കൂ. മനുഷ്യൻ എന്ന ഈ മനുഷ്യ ശരീരം എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് അതിന്റെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. എത്രമാത്രം ഡിസിപ്ലൈനോട് കൂടിയാണ് നമ്മുടെ ആന്തരികാവയവങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോലെയല്ലല്ലോ, നമ്മളെപ്പോലെയാണ് നമ്മുടെ ആന്തരികാവയവങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഹൃദയം വിചാരിക്കുകയാണ് ഇന്നിപ്പോ ഒരു ക്ഷീണുണ്ട്, ഇന്നിപ്പോ ഇനി മിടിക്കാനൊന്നും വയ്യ എന്ന് വിചാരിക്കോ ഹൃദയം? കാരണം എന്താണെന്ന് അറിയാം, ഹൃദയം മുസ്ലിമാണ്. ഹൃദയം അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് അള്ളാഹുവിന് വിധേയമായി പ്രവർത്തിക്കുന്നതാണ് ഹൃദയം. നമ്മുടെ കിഡ്നി, നമ്മുടെ ആന്തരികാവയവങ്ങൾ, നമ്മുടെ സിസ്റ്റം, നമ്മുടെ പല സിസ്റ്റംസും ഉണ്ട് നമ്മളെ ശരീരത്തിൽ. ഈ സിസ്റ്റമൊക്കെ വർക്ക് ചെയ്യുന്നത് എന്താണ്? മുസ്ലിം ആയിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിന് വളരെ ഡിസിപ്ലൈനോട് കൂടി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഹൃദയമിടിപ്പുകൾ, ആകാശത്തിലേക്ക് നോക്കൂ നിങ്ങൾ. ആകാശം ചലിച്ചുകൊണ്ടിരിക്കുന്നത് അത് എത്രമാത്രം ഡിസിപ്ലൈനോട് കൂടിയാണ്, അച്ചടക്ക ബോധത്തോടു കൂടിയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ രാവിലെ സൂര്യൻ എന്ന് വിചാരിക്കൂലേ, സൂര്യൻ അന്നിപ്പോ അത്രണ്ട് പോടെ, ഈ എത്ര കാലമായി ഇത്ര സ്പീഡിൽ നമ്മൾ ഇതിങ്ങനെ പോയിക്കണം, കുറച്ചേരം ഒന്ന് റെസ്റ്റ് എടുക്കുക എന്ന് ഒരു സൂര്യന് തോന്നുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഗോളങ്ങൾക്ക് തോന്നുമോ? കാരണം എന്താണ്? അതെല്ലാം മുസ്ലിമാണ്. അള്ളാഹുവിനെ കീഴ്പ്പെട്ടുകൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് മാത്രമാണ് എതിര് നിൽക്കാൻ കഴിയുക. കാരണം മനുഷ്യന് മുസ്ലിം ആകാനും കഴിയും, കാഫിറാകാനും കഴിയും. മനുഷ്യന്റെ സ്വഭാവം അതാണ്. മനുഷ്യൻ അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്.
അപ്പോൾ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായി നമ്മുടെ ആന്തരികാവയവങ്ങൾ ചലിക്കുന്നത് പോലെ, നമ്മുടെ ഈ പ്രപഞ്ചം ചലിക്കുന്നത് പോലെ വളരെ ഡിസിപ്ലൈനായി അച്ചടക്കത്തോടുകൂടി ചലിക്കാൻ നമുക്ക് കഴിയും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? ഇന്നിപ്പോ ഒന്ന് ഉറങ്ങുക, ഇന്നിപ്പോ ജോലിക്ക് പോകണ്ട, ഒരു ക്ഷീണമുണ്ട്, ഇന്ന് അത് നടക്കൂല, നാളെ അത് നടക്കൂല, മറ്റന്നാളെ നടക്കൂല, എനിക്ക് വയ്യ. ഇതൊക്കെ മനുഷ്യന്റെ ആ സ്വാതന്ത്ര്യ ബോധത്തിൽ നിന്ന് വരുന്നതാണ്. ചെയ്യാതിരിക്കാം. അതുകൊണ്ട് പള്ളിയിൽ പോയി നമസ്കരിക്കണം എന്നുള്ളത് ഒരു മുസ്ലിമായ വ്യക്തിക്കുള്ളതാണ്. 5 സമയങ്ങളിലേക്ക് പള്ളിയിലേക്ക് ഇങ്ങനെ പോകണം, അത് മുസ്ലിമായ വ്യക്തിക്കുള്ളതാണ്. നേരെ മറിച്ച് അല്ലാത്ത വ്യക്തികൾക്ക് എവിടെയെങ്കിലൊക്കെ എങ്ങനെയെങ്കിലൊക്കെ നിസ്കരിക്കും. ആലോചിക്കണം. കാരണം എന്താണ്? അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയമായാണ് ജീവിക്കുമ്പോണ്ടാകുന്നത്. ആകാശഭൂമികൾ ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. മൂന്നാമത്തെ അധ്യായത്തിലെ 190ഉം 191 വചനങ്ങൾ ഒന്ന് മനസ്സിലാക്കി നോക്കൂ. എത്രമാത്രം സുന്ദരമായ ആശയമാണ് അതിൽ പറയുന്നത്. നിശ്ചയമായും ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലും വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാപ്പകലുകൾ മാറി വരുന്നതിലും ലആയാത്, നിശ്ചയമായും ആയത്തുകളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്. ലിഉലിൽ അൽബാബ്, ആർക്ക്? ബുദ്ധിമാന്മാർക്ക്. ആ ബുദ്ധിമാന്മാർ അല്ലദീന യസ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, അവരെ കുറിച്ച് പറയാണ്, ബുദ്ധിമാന്മാരെ കുറിച്ച്. അല്ലദീന യസ്കുറൂൻ, അവർ ആലോചിക്കും, അവർ ചിന്തിക്കും അല്ലാഹുവിനെ കുറിച്ച്. ഖിയാമൻ, നിന്നുകൊണ്ടും, വഖുഊദൻ, ഇരുന്നുകൊണ്ടും, വഅലാ ജുനൂബിഹിം, കിടന്നുകൊണ്ടും, വയതഫക്കറൂൻ, അവർ ചിന്തിക്കും, അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഫി ഖൽഖി സമാവാതി, ആകാശങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച്, വൽ അർളി, ഭൂമിയുടെയും. എന്നിട്ട് അവർ പറയും, റബ്ബനാ, ഞങ്ങളുടെ നാഥാ, മാ ഖലഖ്ത, നീ സൃഷ്ടിച്ചിട്ടില്ല, ഹാദാ, ഇതിനെ ബാത്തിലായിക്കൊണ്ട്, സുബ്ഹാനക് ഫഖിനാ അദാബന്നാർ, നീ മഹാപരിശുദ്ധൻ, ഫഖിനാ അദാബന്നാർ, ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന്, നരകശിക്ഷയിൽ ഞങ്ങളെ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥന. നോക്കൂ നിങ്ങൾ, നമ്മൾ 60 വയസ്സ് ജീവിച്ചു, 50 വയസ്സ് ജീവിച്ചു. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ആകാശത്തിലേക്ക് നോക്കിയിട്ട് ഇതുപോലെ പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഫഖിനാ അദാബന്നാർ. കാരണം ഈ സൂര്യനെ സൃഷ്ടിച്ച അള്ളാഹുവിന് നരകം സൃഷ്ടിക്കാൻ വല്ല പണിയുണ്ടോ? സൂര്യന്റെ ചൂട് എത്രയാണ്? 100 ഡിഗ്രിയിൽ നമുക്കറിയാം വെള്ളം തിളക്കും. 100 ഡിഗ്രിയിൽ സൂര്യന്റെ ചൂട് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് സെൽഷ്യസ് ആണ്. അത് നമ്മൾ ഈ കാരണം 100 ഡിഗ്രി സെൽഷ്യസിന്റെ അളവിലല്ല അതിനെ പറയാം. അതുകൊണ്ട് തന്നെ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. നമുക്ക് ലക്ഷക്കണക്കിന് സെൽഷ്യസ് എന്നാണ് പറയാം. അത്ര ചൂടുള്ള ആ ഒരു സൂര്യൻ കോടാനുകോടി വർഷങ്ങളായിട്ട് അങ്ങനെ ചൂട് പുകഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് സൂര്യനിൽ. ഈ പ്രപഞ്ചത്തിനാകമാനം ചൂട് പകർന്നുകൊണ്ടിരിക്കുക. നോക്കണം നിങ്ങൾ, വർഷങ്ങൾ എത്രയായി, കാലങ്ങൾ എത്രയായി, കോടിയാണോ, 1 കോടി വർഷമാണോ, 100 കോടി വർഷമാണോ, 1000 കോടി വർഷമാണോ, അറിയില്ല. കോടാനുകോടി വർഷങ്ങളായിട്ട് ഒരേ രീതിയിൽ താപം ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു, ചൂടങ്ങനെ പ്രസരിച്ചു കൊണ്ടിരിക്കുന്നു. ആ സൂര്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് ഇനി ഒരു നരകം സൃഷ്ടിക്കുവാൻ പണിയുണ്ടോ? ബുദ്ധിമുട്ടുണ്ടാകുമോ? നമ്മോട് ചോദിക്കണോ? നമ്മുടെ സൃഷ്ടികളുടെ ആവശ്യമുണ്ടോ? സൃഷ്ടികളുടെ സഹായം ആവശ്യമുണ്ടോ? ആദ്യം സൂര്യനെ സൃഷ്ടിച്ചത് ആരോട് ചോദിച്ചിട്ടാണ്? ആദ്യം സൂര്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? നമുക്കറിയുകയില്ല. അതുകൊണ്ടാണ് ഇവർ കിടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും നിന്നുകൊണ്ടും വയതഫക്കറൂൻ, അവർ അത് ആലോചിച്ചു കൊണ്ടിരിക്കും. ആലോചിക്കുക മാത്രമല്ല, വഖിനാ അദാബന്നാർ എന്ന് അവർ പറയും. ആര്? ബുദ്ധിമാന്മാർ. ആരാണ് ബുദ്ധിമാന്മാർ? സത്യവിശ്വാസികൾ. ഒരാൾക്ക് മുഅ്മിനാകണമെങ്കിൽ അവന് ബുദ്ധി വേണം. ബുദ്ധി ഇല്ലാത്ത ആൾക്ക് മുഅ്മിനാകാൻ കഴിയില്ല. എല്ലാം ബുദ്ധി വേണം. അങ്ങനത്തെ ആളുകൾ ആകാശത്തിലും ഭൂമിയിലൊക്കെ ഇത് കാണും. നമ്മളൊക്കെ എത്ര കൊല്ലായി ജീവിച്ചു പോണു. ഏതെങ്കിലും ഒരു സമയത്ത് ചന്ദ്രനെ കണ്ടിട്ട്, ഏതെങ്കിലും ഒരു സമയത്ത് ആകാശത്തിലേക്ക് നോക്കി, നക്ഷത്രങ്ങളെ നോക്കി നമുക്കിത് പറയാൻ തോന്നിയിട്ടുണ്ടോ? നഊദു ബില്ലാഹ്.
നമ്മളിത് നേരിട്ട് കണ്ടിട്ട് ഇനി വിശ്വസിക്കാൻ പോവുകയാണ്. നാളെ പരലോകത്ത് മഹ്ശറൊക്കെ ഇങ്ങനെ കണ്ട് ആ നരകവും സ്വർഗവും ഇങ്ങനെ കണ്ടിട്ട് നമുക്ക് ഇതേരുതല്ലേ ഖുർആനിൽ പറഞ്ഞിരുന്നത്, ഇതേരുതല്ലേ ബുദ്ധിമാന്മാർ ഇങ്ങനെ പറഞ്ഞിരുന്നത്. അപ്പൊ ചിന്തിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് നേരമില്ല. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്. ജനനം എന്നുള്ളത്, നമ്മുടെ മനുഷ്യ ജനനം നോക്കൂ നിങ്ങൾ. നമ്മൾ എവിടുന്നാ വന്നത്? എന്താപ്പം ഉണ്ടായത്? മാതാവിൻ്റെ ഗർഭാശയത്തിൽ വെച്ചിട്ട് എന്തപ്പം ഉണ്ടായത്? ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ജനനം, മരണം നോക്കൂ നിങ്ങൾ. ഒരാൾ മരിച്ച് ഇവിടുന്ന് ഭൂമിയിൽ നിന്നാണ് പോവുകയാണ്. പിന്നെ ഈ ദുനിയാവുക്ക് അവൻ വരണില്ല, തിരിച്ചു വരണില്ല. ഒരു മനുഷ്യൻ, എത്രമാത്ര കഴിവുള്ള മനുഷ്യൻ, സാമ്പത്തികമായി ഉയർന്ന ബില്ലേനിയറായ മനുഷ്യന്മാർ, എത്രയെത്ര മനുഷ്യന്മാർ ഇവിടുന്ന് പോയി. കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ മരിച്ചു പോയിക്കണില്ലേ? ആ ആളുകളൊന്നും ഇനി ഇങ്ങോട്ട് വരുന്നില്ല. അതിനും വലിയൊരു ദൃഷ്ടാന്തം എന്താ? മരണം, ജനനം, ആകാശം, ഭൂമി, നക്ഷത്രങ്ങൾ, കാറ്റ്, മഴ, ഇടി, മിന്നൽ, നിഴൽ, ചൂട്, തണുപ്പ്, എത്രയെത്ര ഗാലക്സികൾ. അതിനെക്കുറിച്ചൊക്കെ പറയാൻ നിന്നാൽ നമുക്ക് സമയത്തൊന്നും മതിയാവില്ല. ഇത്രമാത്രം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ. ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ കണ്ടിട്ട് അതൊന്നും നമുക്ക് ബാധകമല്ല. ഈ സൂര്യനെ സൃഷ്ടിച്ച അള്ളാഹു നാളെ നരകത്തെ സൃഷ്ടിക്കും. അതുകൊണ്ട് ആ നരകത്തിൽ കിടക്കേണ്ടി വരുമോ? വനസീയമാക്കദ്ദമതിയത, അവൻ മുൻകൂട്ടി ചെയ്തൊക്കെ അവൻ മറക്കുകയാണ്. ഞാനങ്ങനെ ചെയ്തിട്ടില്ല, അവനതൊരു ഓർമ്മയില്ല. എന്തെല്ലാം അക്രമങ്ങൾ, എന്തെല്ലാം വേണ്ടാത്തരങ്ങൾ, മറ്റുള്ളവരെ ദ്രോഹിച്ചത്. അവന് സ്വന്തം വേണ്ടാത്തരം കുറെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവനെ തന്നെ ബാധിക്കുന്ന വിഷയമാണ്. പക്ഷെ മറ്റുള്ളവരെ ഉപദ്രവിച്ചത് അവനെപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? ഈ നരകത്തിൽ കിടക്കേണ്ടി വരുമെന്നുള്ളത്. അപ്പോൾ അതാണ് ഈ ആയത്തിന്റെ ആദ്യ ഭാഗം പറയുന്നത്. ഇനി ഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം, ഈ ആളുകളെ കുറിച്ച് പറയാം. ഇങ്ങനെ തിരിഞ്ഞു കളഞ്ഞ് മറന്നുപോയ ഏറ്റവും വലിയ അക്രമികള് എന്താവും എന്ന് പറഞ്ഞാണ്. ഇങ്ങനെ അവൻ ആ ഒരു രീതിയിലായിപ്പോയി, അഥവാ അവൻ തിരിഞ്ഞു കളഞ്ഞു, മറന്നു കളഞ്ഞു, അവൻ ഏറ്റവും വലിയ അക്രമിയായി എങ്കിൽ ഇന്നാ ജഅൽനാ, ഇന്നാ നിശ്ചയമായി നാം, ജഅൽനാ ഏർപ്പെടുത്തി, ജഅൽനാ നാം ആക്കിയിരിക്കുന്നവനെ, ജഅല ജഅൽനാ നാം, നൂനുണ്ടല്ലോ, ജഅൽനാ അള്ളാഹു പറയണ നാം ആക്കിയിരിക്കുന്നു, അലാ ഖുലൂബിഹിം അവന്റെ ഹൃദയത്തിന്മേൽ നാം എന്ത് ചെയ്തിട്ടുണ്ട്? ആക്കിയിരിക്കുന്നു ഒരു തരം മൂടികളെ. അതാണ് അഖിന്നത്ത്. അഖിന്നത്ത് ഒരു മൂടിയിട്ട്, ഹൃദയത്തിന് മൂടിയിട്ട്. അൻ യഫ്ഖഹൂഹു, യഫ്ഖഹൂഹു എന്ന് പറഞ്ഞാൽ ഫിഖ് ചെയ്യാ, ഫിഖ്, അതാണ് യഫ്ഖഹൂഹു, അതിനെ ഫിഖ് ചെയ്യുന്നതിന് വേണ്ടി. ഫിഖ് എന്താണ്? ഗ്രഹിക്കുക, അതിനെ ഗ്രഹിക്കുന്നതിന് വേണ്ടി. ഏതിനെ ഗ്രഹിക്കുക? ഈ ആയത്തുകളെ, അള്ളാഹുവിന്റെ ആയത്തുകളെ ഗ്രഹിക്കുന്നതിന്, ഗ്രഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മൂടി അവനോട് ഇട്ടിട്ടുണ്ട്. ഒരു തരം മൂടി ഇട്ടിട്ടുണ്ട്. നമുക്കതിനാൽ ആ മൂടിയെ ഒരു മെറ്റീരിയലായിട്ട് കാണാൻ പറ്റൂല. അള്ളാഹുവിന്റെ ഒരു ഓപ്ഷനാണ്. ഒരു സോഫ്റ്റ്വെയർ അഡ്മിനിസ്ട്രേറ്റ്, ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയ ഒരാള് ആ സോഫ്റ്റ്വെയറിൽ ഒരു ചെയ്യണ പണി നമുക്കറിയില്ല എങ്ങനെ ചെയ്തിട്ടുള്ളത്. നമുക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ. നമ്മൾ പറയും ഇതിൽ ആ ഓപ്ഷൻ ഇല്ലല്ലോ എന്ന് പറയും. ആ ഓപ്ഷൻ അവർ ക്ലോസ് ചെയ്തതാണ്. അതേപോലെ അള്ളാഹു അക്കിന്നത്ത്, നമ്മൾ കാണാത്ത ഒരു മൂടി, മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു മൂടി ഇട്ടിട്ടുണ്ട്. എന്തിന്? അതിന് ഗ്രഹിക്കൂല. ഇനി അവിടുന്ന് അത് കഴിഞ്ഞു, ആ സീൽ വെച്ചു. ഇനി അവിടുന്ന് അവന് ഗ്രഹിക്കാൻ കഴിയില്ല ആയത്തുകളെ. ഒഫി ആദാനിഹിം വഖറ, ഒഫി അതിൽ, ആദാനിഹിം, ആദാൻ എന്ന് പറഞ്ഞാൽ ചെവികൾ, ചെവി. ഇതിന് അതിൻ്റെതാണ് ജമ്മായിട്ടാണ് ചെവികൾ. ആദാൻ, ആദാനിഹിം, ഹിം അവരുടെ, ഹും എന്നുള്ളതാണ് ഹിം എന്നായത്. ഫി എന്ന് വന്നതുകൊണ്ട് ആദ്യം ഒഫി ആദാനിഹിം അവരുടെ ചെവികളിൽ, അവരുടെ കാതുകളിൽ, വഖറ ഒരു കട്ടി, ഒരു തര കട്ടിയായിട്ട് വെച്ചിക്കണം. അതായത് ഇങ്ങോട്ട് കേൾക്കൂല. ആയത്തുകൾ ഇങ്ങനെ പാരായണം ചെയ്താല് പിന്നെ അത് കേരൂല.
അങ്ങനത്തെ ഒരു കട്ടി വെച്ചിട്ടുണ്ട് ചവിട്ടില്. അതേപോലെ തന്നെ ഹൃദയത്തിന് ഒരു മൂടിയിട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ആളുകൾക്ക് ഇപ്പൊ നമ്മൾ അതിൽ പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒന്ന് പരിശോധിക്കുക, ഒന്ന് പുനർവിചിന്തനം നടത്തുക. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. നമുക്ക് ഈ ആയത്തുകൾ കേട്ടിട്ട് ഒന്നും മനസ്സിലാകണില്ല, ഒന്നും തോന്നണില്ലേ, ഒരു വ്യത്യാസം തോന്നണില്ല, ഒരു വൈകാരികമായ അവസ്ഥ. ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ചില പ്രാസംഗികരുടെ ചില പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു രോമാഞ്ചം, ഒരു വൈകാരികമായ ഒരു ഇമോഷൻ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ഇമോഷൻ ഉണ്ടാവും അല്ലേ. ചിലപ്പോഴൊക്കെ കണ്ണിൽ വെള്ളം നിറയും, ചിലപ്പോഴൊക്കെ രോമം ഇങ്ങനെ എടുത്തു പിടിക്കും, ചിലപ്പോഴൊക്കെ ഒരു വിഷമം ഉണ്ടാവും, ചിലപ്പോൾ സന്തോഷം ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ കൈയടിച്ചു പോകും. കാരണം എന്താണ്? അത് ആ പ്രസംഗത്തിന്റെ അദ്ദേഹം പറയുന്ന വാക്കുകളുടെ റിസൾട്ടാണ്. ആ വാക്കുകൾ നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ഇമോഷനാണ് നമ്മൾ കൈയടിക്കുന്നതൊക്കെ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഭാവമാറ്റങ്ങളൊക്കെ. ഈ ആയത്തുകൾ, അള്ളാഹുവിന്റെ ആയത്തുകൾ കേട്ടിട്ട്, അള്ളാഹുവിന്റെ വചനങ്ങൾ 6000 ചില്ലറ വരുന്ന ഈ ആയത്തുകൾ, വിശുദ്ധ ഖുർആന്റെ ആയത്തുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ആയത്ത് കേട്ടിട്ട് നമുക്ക് ഒരു ഇമോഷനും ഉണ്ടാകുന്നില്ലെങ്കിൽ, ഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ അൻ യഫ്ഖഹൂഹു വഫീ ആദാനിഹിം വഖറാ. ഒന്ന് പരിശോധിക്കുക, നമ്മൾ ആ കൂട്ടത്തിലുണ്ടോ ഇല്ലേ. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല, നമ്മൾ പരിശോധിച്ചാൽ മതി. ഇനി അള്ളാഹ് പറയണം, എന്ന് പറഞ്ഞാൽ എന്താണ്? ദുആ ചെയ്യുക എന്നാ, വിളിക്കുക. ദഅ എന്നുള്ളതിന്റെ ആ വേറെ രൂപമാണ് തദ്ഉഹും എന്നുള്ളത്. അവരെ ഇൻ തദ്ഉഹും, നീ അവരെ വിളിച്ചാൽ. അത്താ വന്നോണ്ട് നീ എന്നുള്ളത് അവിടെ വന്നു, ഇൻ എന്നുള്ളത് വിളിച്ചാൽ എന്നുള്ളത്, വാവ് നമ്മൾ പറഞ്ഞതുപോലെ. അപ്പൊ നീ അവരെ വിളിച്ചാൽ ഇലൽ ഹുദാ, സന്മാർഗത്തിലേക്ക്, ഫലൻ ഇല്ല, അപ്പോൾ അങ്ങനെ വിളിക്കുന്ന ആ സന്ദർഭത്തിൽ, ആ വിളിക്കുന്ന എന്നാൽ എന്നൊക്കെ അർത്ഥത്തിൽ ലൻ ഇല്ല, യഹ്തദൂ അവർ സന്മാർഗം സ്വീകരിക്കുകയില്ല. ലം യഹ്തദൂ എന്നുള്ളതാണ്, സന്മാർഗം സ്വീകരിക്കുക ഇല്ല എന്നുള്ളത്. അതായത് ഫലം യഹ്തദൂ എന്നുള്ളത് ആ യഹ്തദ, സ്വീകരിച്ചു എന്നുള്ളത് ഇന്ന് വരുന്നതാണ്. ഇവിടെ ഫലം യഹ്തദൂ എന്ന് പറയുമ്പോൾ എന്നാൽ അവർ സന്മാർഗം സ്വീകരിക്കുകയില്ല. ഇതൻ എന്ന ഒരിക്കലും എന്നുള്ളത്, ഇസൻ എന്ന് പറയുമ്പോൾ പിന്നെ ആ ഒരവസ്ഥ, ഈസൻ അബദ എന്ന് പറയുമ്പോഴാണ് ഒരിക്കലും അവർ സ്വീകരിക്കുകയില്ല, സന്മാർഗം സ്വീകരിക്കുകയില്ല. ഇതൻ എന്ന് പറയുമ്പോൾ ആ ഒരു അവസ്ഥ, ആകയാൽ അങ്ങനെ എന്നൊക്കെ പറയുന്ന അങ്ങനെ ആ ഒരു അവസ്ഥ ഉണ്ട്. അതായത് നീ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ അവർ സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർ സ്വീകരിക്കൂല. അതാണ് ഇതൻ അബദ, ഒരിക്കലും അവർ സ്വീകരിക്കുകയില്ല, അവർക്ക് സ്വീകരിക്കാൻ കഴിയുകയില്ല. കാരണം എന്താണ്? ഹൃദയത്തിൽ മൂടിയുണ്ട്. നഊദുബില്ലാ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹൃദയത്തിൽ മൂടിയുണ്ട്, ചെവിട്ടില് ഒരു കട്ടിയുണ്ട്, ഒരു തരം കട്ടി. എത്ര കേട്ടാലും, എത്ര നമ്മളോട് പലിശയെക്കുറിച്ച് പറഞ്ഞ ആയത്തുകൾ എത്രയാണ്, വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞ ആയത്തുകൾ എത്രയാണ്, മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യരുത് എന്ന് പറഞ്ഞ ആയത്തുകൾ എത്രയാണ്, മാതാപിതാക്കളെ നല്ല രീതിയിൽ സംരക്ഷിക്കണമെന്നും അവരോട് ഒരു വാക്ക് പോലും എന്നുള്ള വാക്ക് പോലും പറയരുത് എന്നുള്ള മാർഗദർശനങ്ങൾ എത്രയാണ്. എന്തെല്ലാം കാര്യങ്ങൾ, ഒന്നും എന്താ നമുക്ക് കേൾക്കാത്തത്, കേറാത്തത് എന്താണ്? അള്ളാഹു നമ്മെ ശീലി വെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ആയത്തുകളിൽ നമ്മൾ തിരിഞ്ഞു കളയുന്ന ഒരു സ്വഭാവമാണോ നമുക്കുള്ളത്? ചിന്തിക്കേണ്ടത്. പിന്നെ ആ ആളുകളെ വിളിച്ചാൽ സന്മാർഗത്തിലേക്ക് വിളിച്ചാൽ ഒരിക്കലും അവർക്ക് സന്മാർഗം സ്വീകരിക്കാൻ കഴിയുകയില്ല. നോക്കൂ നിങ്ങൾ, ഇപ്പൊ നമുക്ക് അബൂലഹബിന്റെ ചരിത്രം അറിയാലോ. അബൂലഹബിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിലേറാണല്ലോ അല്ലെ. അള്ളാന്റെ റസൂല് എന്ന് പറഞ്ഞാൽ അബൂലഹബിന്റെ സഹോദരപുത്രനാണല്ലോ. അതുകൊണ്ട് അടി തൊട്ട് മുകളിൽ വരെ ആരാണ് പ്രവാചകൻ, ആരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കൃത്യമായി അറിഞ്ഞൊരു മനുഷ്യനാണല്ലോ അബൂലഹബ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതിലും വലിയ അള്ളാഹുവിന്റെ റസൂല് എന്ന് പറഞ്ഞാൽ തന്നെ അവർക്കൊരു ദൃഷ്ടാന്തല്ലേ.
കാരണം എങ്ങനെ ജീവിച്ച ഒരു മനുഷ്യനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പറയുന്ന വാക്കുകളൊക്കെയും അദ്ദേഹം നിരക്ഷരനാണ്, പഠിപ്പിക്കേണ്ടത് അവരൊക്കെ തന്നെയല്ലേ, സഹോദരപുത്രനാണല്ലോ, ഇവരൊക്കെ എല്ലാം എടുത്ത് വളർത്തിയത്. അപ്പൊ പഠിപ്പിക്കേണ്ടത് അവരൊക്കെയാണല്ലോ. അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, യാതൊരു എഴുത്തോ വാചനയോ ഒന്നും അറിയില്ല. ഇന്ന് ഈ നുബുവത്ത് കിട്ടിയതിന് ശേഷം ഈ പറയുന്ന വാക്കുകളൊക്കെയും മഹത്തായ വാക്കുകളാണ് എന്ന് സ്വന്തം ആ കുടുംബക്കാരനായ അബൂലഹബിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണ്? അവസരങ്ങൾ ധാരാളമായി, എത്ര ആയത്തുകൾ. പക്ഷേ എന്താ സംഭവിച്ചത്? അകിന്നതൻ ഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ അൻ യഫ്ഖഹൂ വഫി ആദാനിഹിം വഖറ. പിന്നെ കേരൂല. സ്വന്തം പേരിൽ പോലും വിശുദ്ധ ഖുർആനിലെ ആയത്ത് അവതരിപ്പിച്ചിട്ട് പോലും പിന്നെ എന്താ സംഭവിച്ചത്? വഇൻ തദ്ഉഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. അല്ലാഹു തീരുമാനിച്ചിരിക്കുന്നു അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് പറയുന്നത് ഈ ഭൗതിക ജീവിതത്തിൽ നമുക്ക് സമ്പത്തുണ്ടാക്കുന്ന കാര്യത്തിൽ മാത്രമല്ല. അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഒരു ഖുർആൻ ക്ലാസ് നമ്മുടെ വീട്ടിൽ സംഘടിപ്പിക്കാൻ വേണ്ടി നോക്കണം. എവിടെയെങ്കിലും ഒരു ഖുർആൻ ക്ലാസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഖുർആൻ പഠിക്കാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ ആ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. കാരണം എന്താണ്? അള്ളാഹുവിന്റെ ആയത്തുകളാണ് പറയപ്പെടുന്നത്. വമൻ അദ്ലമു മിമ്മൻ സുക്കിറ ബിആയാതി റബ്ബിഹി ഫഅറള അൻഹാ. ആ ഖുർആൻ ക്ലാസ്സിൽ നിന്ന്, ആ ഖുർആന്റെ വല്ല ലഘുലേഖയോ അതല്ലെങ്കിൽ അത്തരം പഠനങ്ങളിൽ നിന്നോ നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഫഅറള അൻഹാ വനസിയ മാ ഖദ്ദമത് യദാ. അതിന്റെ പരിണിത ഫലം എന്നുള്ളത് വഇൻ തദ്ഉഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. അതായിരിക്കും അതിന്റെ ഫലം, അതിന്റെ പരിണിത ഫലം, അതിന്റെ പര്യവസാനം എന്നുള്ളത്. ഇതൊക്കെ നിങ്ങൾ അമുസ്ലിങ്ങൾക്കുള്ള ആയത്തുകളാണെന്ന് പറയുന്നത് മാറ്റി വെക്കണ്ട. അങ്ങനെ അമുസ്ലിങ്ങൾക്കുള്ള ആയത്തുകൾ, മറ്റവർക്കുള്ള ആയത്തുകൾ എന്ന് വിചാരിച്ചിട്ട് ആയത്തൊന്നും വിശുദ്ധ ഖുർആനില്ല. എല്ലാ മാനവരാശിക്കാകമാനം അവതരിപ്പിച്ചതാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. മാനവരാശിയുടെ ഗ്രന്ഥമാണ്. മാനവരാശി അങ്ങനെ ജീവിക്കണം എന്നുള്ളതിനുള്ള ഗ്രന്ഥമാണ്. അതുകൊണ്ട് ഇത് മുസ്ലിമിനും മുസ്ലിം അല്ലാത്തവർക്കൊക്കെ ബാധകമാണ്. ഈ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിനും അള്ളാഹു മൂടിയിടും. നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ ചെവികൾക്കും അള്ളാഹു കട്ടിവെക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവൻ ഏതൊരു ഉദ്ദേശത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്, ആ ഉദ്ദേശം നിറവേറ്റുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവൻ സൃഷ്ടിച്ച ആ നരക ശിക്ഷയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുകയും സ്വർഗത്തിൽ നമ്മെ പ്രവേശിപ്പിക്കുകയും ചെയ്യാൻ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമുക്ക് ചെയ്യാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.